നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ട. ഏട്ടത്തിക്ക് 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുമെന്ന് പ്രകാശേട്ടൻ അറിഞ്ഞ സ്ഥിതി എന്താവോന്ന് ഊഹിക്കാനേ വയ്യ. പ്രകാശേട്ടൻ ഏടത്തെ കൊണ്ടുപോയി വൻകിട ഹോട്ടലിന്റെ അടുക്കളയിൽ എത്തിച്ചിരിക്കും. ആ അതെ, അതാ നടക്കാൻ പോകുന്നത്. വയസ്സുകാലത്ത് സഹായിക്കാൻ ആളില്ലാതെ അമ്മ പെടാപ്പാട് പെടേണ്ടി വരും. അങ്ങനെ വിഷമിക്കണ്ട. ചേച്ചി ഹോട്ടലിലെ ഷെഫായിട്ട് പോയി കഴിഞ്ഞാ അമ്മയെ സഹായിക്കാൻ ഞാൻ അടുക്കള കയറിയിരിക്കും. എന്നാ പിന്നെ ഇവിടെ ഭക്ഷ്യവിഷബാധ ഉറപ്പാ. അല്ല, നമ്മളൊക്കെ കോമഡി ആസ്വദിക്കുമ്പോഴും വന്ദന ചേച്ചി മൂഡൌട്ടാ. പാവം വന്ദന ചേച്ചി. എല്ലാവരും ചേർന്ന് വന്ദന ചേച്ചിയെ ജാതകദോഷത്തിന് ബലിയാടാക്കിയല്ലോ. ചേച്ചി അങ്ങനെ വിട്ടാ പറ്റില്ല. വൈകാതെ നല്ലൊരു ചെറുപ്പക്കാരനുമായി ചേച്ചിയുടെ വിവാഹം നടത്തണം. എന്റെ മേൽനോട്ടത്തി എന്റെ ചെലവില് ഞാനത് നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് എന്റെ അമ്മായി അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ആ മണിമാളികയും നമ്മൾ പണിയും. പോരെ? വന്ദനമ്മേനെ കല്യാണം ദിയമോൾക്കും കാണണമെങ്കിലേ. മതി, നിർത്ത. സന്മനസ്സിന് നന്ദിയുണ്ട്. എന്റെ വിവാഹം നടത്താൻ അച്ഛനും അമ്മയും ഉണ്ട്. അഥവാ എന്റെ വിവാഹം നടക്കുന്നെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ ചെലവിൽ നടക്കുന്ന വിവാഹം മതി എനിക്ക്. ഒരപേക്ഷയുണ്ട്. എന്റെ അനുജത്തി വർഷയുടെ ജീവിതം അത് ചന്ദ്രികെ, മോളെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അന്ധവിശ്വാസത്തിന്റെ ബലിയാടായി നിരാശ മൂത്ത ചേച്ചി ഇന്ന് മറ്റേതൊരു ലോകത്താ. വിവാഹം അത് മാത്രമേ ഉള്ളൊരു പരിഹാരം. അത് നമുക്ക് വൈകാതെ നടത്തണം. അതേ ഉള്ളൂ ഇതിന് ഏക പരിഹാരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.